ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്യൂലൈറ്റ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ്. സോ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നു. മാത്തമാറ്റിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് എപ്പോഴും പല ആസ്പിരൻസിനുള്ള ഒരു വലിയൊരു കൺഫ്യൂഷനാണ്. നമ്മൾ മാത്സിനകത്ത് ഒരുപാട് പ്രോബ്ലംസ്, ഇക്വേഷൻസ് പഠിക്കേണ്ടി വരും. അതേപോലെ എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങേണ്ടത്, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആസ്പിരൻസ് ആണ് കൂടുതലും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മിനിമം ഇക്വേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മാക്സിമം പ്രോബ്ലംസ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ ഓരോ ഓരോ പോയിന്റുകളായി എടുത്തുകൊണ്ട് ആ പോയിന്റുകളെ എങ്ങനെ ഒരു ക്ലൂസ് ഉപയോഗിച്ചുകൊണ്ട്, ക്ലൂ എന്ന് തന്നെ പറയാം, തന്നിരിക്കുന്ന പോയിന്റുകളെല്ലാം ക്ലൂ ആണെങ്കിൽ നമ്മളെങ്ങനെ അത് സോൾവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെക്ക് ചെയ്യുന്നത്. അതായത് കൂടുതലും മാക്സിമം ഇക്വേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, മിനിമം ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം നമുക്ക് പഠിക്കാം. സോ മാത്തമാറ്റിക്കൽ റീസണിങ് ഏരിയ നമ്മളുടെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ സിലബസിൽ പറയുന്നത് വളരെ ബ്രീഫായിട്ടാണ്. മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് കുറച്ച് ടോപ്പിക് ഏരിയാസ് മാത്രമാണ് സിലബസ് തരുന്നത്. എന്നാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുമ്പോൾ നമ്മളോട് ചോദിച്ച് കാണുന്ന ടോപ്പിക് ഏരിയാസ് ഇവയെല്ലാമാണ്. അതായത് ഇതിനെ രണ്ട് പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തത് പാർട്ട് എയുടെ ഭാഗമായിട്ട് നമ്മൾ കോഡ്സ്, റിലേഷൻഷിപ്പ്, ഡയറക്ഷൻ, കാലണ്ടർ, റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജസ് ആൻഡ് മിസ്ലേനിയസ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ പാർട്ട് ബിയുടെ ഭാഗമായിട്ട് നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, ഫ്രാക്ഷൻ, ടൈം ഡിസ്റ്റൻസ്, ദെൻ റേഷ്യോ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, ആവറേജസ്, ക്ലോക്ക്, അനലോജീസ് പോലുള്ള ഏരിയാസ് ആയിരിക്കും സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള കാരണം ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ഏരിയ ആണ്. നമ്മളിപ്പോൾ പ്രോബ്ലംസ് ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് 2 ടോപ്പിക് പെർ സെഷനാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ഏരിയയെ നമ്മൾ ഈ രീതിയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന വഴി ആദ്യത്തെ പാർട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു, ആൻഡ് ടുവേഴ്സ് ദി എൻഡ് എക്സാം ആകുമ്പോഴായിരിക്കും നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഈ 2 പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അത്രയും വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഈ രീതി ചെയ്യുന്നത്. സോ ലെറ്റ് മീ സ്റ്റാർട്ട്. ഇന്നത്തെ സെഷനിൽ, ഈ സ്റ്റാർട്ടിംഗ് സെഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടോപ്പിക് ഏരിയയാണ് കവർ ചെയ്യുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയ, കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിലൂടെ നമ്മൾ ആ കോഡ് റിലേറ്റഡ് പ്രോബ്ലംസിൽ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. റൈറ്റ്, പ്രോബ്ലംസ് ആണ്. അറ്റൻഡ് ചെയ്യുന്ന ഓരോ പോയിൻറ്റും നിങ്ങളും എന്നോടൊപ്പം ചെയ്തു പോവുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, ജസ്റ്റ് ഒരു മിയർ ലിസണർ ആവാതെ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ചെയ്യാൻ വേണ്ടി എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, കോഡ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കോഡ് പ്രോബ്ലംസ് ആണ് ചോദിക്കുക. പല രീതിയിലുള്ള കോഡിങ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഏതാണ്ട് ഒരു 5 to 6 മോഡൽസ് നമ്മൾ ഓർത്തിരിക്കണം. നമ്മളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളോട് ഇതുവരെ ചോദിച്ചിരിക്കുന്ന മോഡലുകൾ എടുക്കുകയാണെങ്കിൽ ഒരു 5-6 മോഡലുകളാണ് നോർമലി നമ്മൾ ചോദിക്കാറുള്ളത്. അതിലേറ്റവും ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ ചെക്കായിട്ട് പറയാം, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഓരോ പോയിന്റുകളായിട്ട് പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് നമുക്കൊരു ആദ്യത്തെ മോഡൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ബിലോങ്ങിങ്സ് ഈസ് കോഡഡ് ആസ് സംതിങ്, ഒരു ടേബിൾ സ്റ്റെഫ് എന്ന് പറയുന്നൊരു കോഡ് അവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ ഹൗ വിൽ യു കോഡ് ലിനൻ? ബിലോങ്ങിങ്സ് എന്ന് പറയുന്നൊരു വേർഡിനെ ഇങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലിനനെ എങ്ങനെ കോഡ് ചെയ്യും? സോ ഇതാണ്, ഈ ഒരു മോഡലിലാണ് കോഡ് റിലേറ്റഡ് പ്രോബ്ലംസ് വരിക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം? അപ്പോൾ ഏതൊരു കോഡ് റിലേറ്റഡ് പ്രോബ്ലം വന്നാലും ആദ്യം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വേർഡ്, ഇവിടെ തന്നിരിക്കുന്ന വേർഡ് എന്താണ്? ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന വേർഡാണ്. ആ ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന വേർഡിൽ ഉള്ള അതേ ലെറ്റേഴ്സ് തന്നെയാണ് ഇതിലുള്ളതെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന വേർഡിലുള്ള അതേ ലെറ്റേഴ്സ് തന്നെയാണ് നമ്മളുടെ കോഡിൽ വന്നിരിക്കുന്നതെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. വേർഡാണോ വന്നിരിക്കുന്നതെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ആണോ? ബിലോങ്ങിങ്സിൽ വന്നിരിക്കുന്ന അതേ വേർഡ് തന്നെ അല്ല. ദെയർ ആർ സം അതർ വേർഡ്സ് ടു, റൈറ്റ്? ടി പോലുള്ള മറ്റ് ചില വേർഡുകൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബിലോങ്ങിങ്സിലുള്ള അതേ വേർഡുകളല്ല കോഡിൽ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചെക്ക് കഴിഞ്ഞു. രണ്ടാമതായിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന അതേ വേർഡിലുള്ള അതേ ലെറ്റേഴ്സ് തന്നെയാണോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന വേർഡിലുള്ളത് നോക്കുക. ബിലോങ്ങിങ്സിലുള്ള അതേ ലെറ്റേഴ്സ് തന്നെയാണോ ലിനനിൽ വരുന്നത് നോക്കുക. ആണോ? ബിലോങ്ങിങ്സിൽ എല്ലുണ്ട്, ലിനനിലും എല്ലുണ്ട്, റൈറ്റ്? ലിനനിലെ ഐയും ബിലോങ്ങിങ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻ ഈസ് ഓൾസോ ദെയർ, ഇ ഈസ് ഓൾസോ ദെയർ ആൻഡ് എൻ ഈസ് ദെയർ. സോ
സെയിം ലെറ്റേഴ്സ് തന്നെയാണ്. നമ്മളോട് ആദ്യം ചോദിച്ചിരുന്ന വേർഡിൻ്റെ അതേ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ വേർഡും ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ പൊസിഷൻ നോക്കിയിട്ട് അറേഞ്ച് ചെയ്യുക. അതായത് ബിലോങ്ങിങ്സിൽ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ ആദ്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആദ്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വേർഡിലെ അതേ ലെറ്റേഴ്സ് തന്നെയാണോ കോഡിൽ വന്നിരിക്കുന്നത് നോക്കുക. ഒന്നാമത്തെ ചെക്ക്, റൈറ്റ്? അത് അല്ലെങ്കിൽ ഇവിടെ അതല്ല, തന്നിരിക്കുന്ന വേർഡിൽ അതേ ലെറ്റേഴ്സ് തന്നെ അല്ല കോഡിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ തന്നിരിക്കുന്ന ലെറ്റേഴ്സിലെ അതേ ലെറ്റേഴ്സ് തന്നെയാണോ തന്നിരിക്കുന്ന ലെറ്റേഴ്സിലെ അതേ ലെറ്റേഴ്സ് തന്നെയാണോ കോഡാക്കാൻ പറഞ്ഞിരിക്കുന്ന ലെറ്റേഴ്സിലുള്ളത് നോക്കുക. കോഡാക്കാൻ പറഞ്ഞിരിക്കുന്ന വേർഡ് ലിനനാണ്, അതിനകത്ത് സെയിം ലെറ്റേഴ്സ് ആണോ നോക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ലിനനിലുള്ള അതേ ലെറ്റേഴ്സ് ബിലോങ്സിലുണ്ട്, റൈറ്റ്? സോ സെയിം ലെറ്റേഴ്സാണ് ലിനനിൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷൻ നോക്കുക. സോ എൽ ബിലോങ്ങിങ്സിൽ എവിടെയാണ് വന്നിരിക്കുന്നത്? ബിലോങ്ങിങ്സിൽ മൂന്നാമത്തെ ലെറ്ററായിട്ടാണ് എല്ല് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ടേബിൾ സ്റ്റെഫ് എന്ന് പറയുന്ന ആ കോഡിനകത്ത് മൂന്നാമത്തെ ലെറ്റർ ഏതാണോ അത് ആദ്യം എഴുതുക. ബിക്കോസ് എൽ അല്ലേ, ലിനനെയാണ് കോഡ് ചെയ്യാൻ പോകുന്നത്. LENEN ഇതാണ് കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബിലോങ്ങിങ്സിലെ മൂന്നാമത്തെ ലെറ്റർ, അപ്പോൾ നമ്മുടെ കോഡിലെ മൂന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ബി ആണ്. ബി ആദ്യം എഴുതുന്നു. ഐ വരുന്നത് ബിലോങ്ങിങ്സിലെ എൻഡിൽ നിന്നും 4th പൊസിഷനിലാണ്. എൻഡിൽ നിന്നും കോഡിൽ 4th പൊസിഷനിൽ വരുന്നത് ടി ആണ്. സോ യു നീഡ് ടു റൈറ്റ് ടി ഹിയർ, റൈറ്റ്? ടി എഴുതി. അതിനുശേഷം എൻ ആണ്. എൻ എന്ന് പറയുന്നത് ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന വേർഡിൽ എൻഡിൽ നിന്നും 3th പൊസിഷനിലാണ്. എൻഡിൽ നിന്നും 3th പൊസിഷനിൽ വരുന്നത് ഇ ആണ്. സോ റൈറ്റ് ഇ ദെയർ. ഇ വരുന്നത് ബിലോങ്ങിങ്സിൽ 2ാമത്തെ ലെറ്റർ ആയിട്ടാണ്. നമ്മുടെ കോഡിൽ 2ാമത്തെ ലെറ്റർ ആയിട്ട് വരുന്നത് എ ആണ്. സോ യു ക്യാൻ റൈറ്റ് എ ഹിയർ. എന്നിനെ നമ്മൾ ഓൾറെഡി കോഡ് ചെയ്തു. എൻ എന്ന് പറയുന്നത് ഇ ആണ്. സോ നമ്മുടെ കോഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് BTEAE. ഓക്കെ, സോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ BTEAE ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ ആദ്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ തന്നിരിക്കുന്ന ലെറ്ററിൻ്റെ അതേ ലെറ്റേഴ്സ് തന്നെയാണോ കോഡാക്കാൻ പറഞ്ഞിരിക്കുന്ന വേർഡിലുമുള്ളതെന്ന് നോക്കുക. ഇവിടെ അതേ ലെറ്റേഴ്സ് തന്നെയാണ് കോഡാക്കാൻ പറഞ്ഞിരിക്കുന്ന വേർഡിലുള്ളത്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വാല്യൂ മാത്രം എടുത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് യൂണിവേഴ്സൽ, ഒരു കോഡിൽ യൂണിവേഴ്സലിനെ എഴുതിയിരിക്കുന്നത് ഈസ് റിട്ടൺ ആസ് ദിസ് വൺ, LASREVINU, ദാറ്റ് ഈസ് ദി കോഡ്. അങ്ങനെയാണെങ്കിൽ സെയിം കോഡ് ലാംഗ്വേജിൽ കൊമേഴ്ഷ്യൽസ് എന്നുള്ളത് എങ്ങനെ എഴുതും? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രോസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞ എന്തായിരുന്നു? ആദ്യത്തെ ചെക്ക് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എന്ന് പറയുന്ന ആ വേർഡിൽ ഉള്ള അതേ ലെറ്റേഴ്സ് തന്നെയാണോ നമ്മൾക്ക് യൂണിവേഴ്സലിനെ കോഡാക്കിയപ്പോൾ കിട്ടിയിരിക്കുന്ന ആ കോഡിലുള്ളത് നോക്കുക. യൂണിവേഴ്സലിനെ കോഡാക്കിയപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ ഒരു അതേ സെയിം ലെറ്റേഴ്സ് തന്നെയാണോ നോക്കി. യൂണിവേഴ്സലിൽ യു ഉണ്ട്, ഇവിടെയും യു ഉണ്ട്. ദെൻ എൻ ഈസ് ദെയർ, എൻ ഈസ് ഓൾസോ ദെയർ. IVERSAL. സോ എല്ലാ ലെറ്റേഴ്സും സെയിം ആണ്. എല്ലാ ലെറ്റേഴ്സും സെയിം ആണെങ്കിൽ ഓക്കെ, എല്ലാ ലെറ്റേഴ്സും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന വേർഡിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും ഈ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നോക്കുക. യൂണിവേഴ്സലിലെ യു ഇവിടെ വന്നിപ്പോൾ എൻഡായി, റൈറ്റ്? എൻ എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരുന്നു, സെക്കൻഡ് ലാസ്റ്റ് ആയി. ദെൻ തേർഡ് ആയിരുന്നു, ലാസ്റ്റിന് തേർഡ് പൊസിഷനിലായി. അതായത് യൂണിവേഴ്സലിനെ ജസ്റ്റ് റിവേഴ്സ് ഓർഡറിൽ നമ്മൾ എഴുതുവാണെങ്കിൽ തന്നെ നമുക്ക് കോഡ് കിട്ടും. അങ്ങനെയാണ് ഇവർ കോഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ വേയിൽ നമുക്ക് കൊമേഴ്ഷ്യൽസിനെ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. കൊമേഴ്ഷ്യൽസിനെ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? SLAICREMMOC, റൈറ്റ്? ഇതാണ് നമ്മളുടെ കോഡ്. ഇതേ കോഡ് വന്നിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ 3. ഇങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സോ ആദ്യത്തെ ക്രോസ് ചെക്കിങ് എപ്പോഴും ഓർത്തേക്കുക. ആദ്യം ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വേർഡിനെ കോഡുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. പോസിബിൾ അല്ലെങ്കിൽ തന്നിരിക്കുന്ന വേർഡിനെ കോഡാക്കാൻ പറഞ്ഞിരിക്കുന്ന വേർഡുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. രണ്ടിടത്തും ആൻസർ കിട്ടുന്നില്ലെങ്കിൽ മാത്രം രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഇതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ ചില എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇഫ് ഹൈദരാബാദ് ഈസ് കോഡഡ് ആസ് ദിസ്, ദെൻ വാട്ട് ഈസ് ദി കോഡ് ഫോർ ബാംഗ്ലൂരു? ഹൈദരാബാദിൻ്റെ കോഡ് നോക്കുക. ഹൈദരാബാദിൽ വന്നിരിക്കുന്ന അതേ വേർഡ്, അതേ ലെറ്റേഴ്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നോക്കുക ആദ്യം.
റൈറ്റ്, കോഡിൽ വന്നിരിക്കുന്നത് അതേ ലെറ്റേഴ്സ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ, അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹൈദരാബാദിൽ എൻഡ് വന്നിരിക്കുന്ന ഡി ഇവിടെ ആദ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. സോ ബാംഗ്ലൂരുവിനെയും അതേ രീതിയിൽ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ മതി. റിവേഴ്സ് ഓർഡറിൽ എഴുതുവാണെങ്കിൽ URULAGNEB. സോ യു വിൽ ഗെറ്റ് ദിസ്, റൈറ്റ്. ഇതാണ് റൈറ്റ് ആൻസർ. ബംഗളൂരുവിനെ റിവേഴ്സ് ഓർഡറിലാണ് കോഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3 or 4 ടൈംസ് സെയിം രീതിയിലുള്ള കോഡിങ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ് കോഡിങ്ങുമായി ബന്ധപ്പെട്ട്. ഇഫ് ഡൈവ് ഈസ് കോഡഡ് ആസ് IMYG ദെൻ ദി കോഡ് ഫോർ ടേക്ക് വിൽ ബി ഡൈവ്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഡൈവിൽ ഉള്ള അതേ ലെറ്റേഴ്സ് തന്നെയാണോ കോഡിലുള്ളത് നോക്കുക. ഡൈവിലുള്ള അതേ ലെറ്റേഴ്സ് അല്ലല്ലോ, അല്ല. ഫസ്റ്റ് ചെക്ക് പോസിബിൾ അല്ല. പിന്നെ എന്ത് ചെയ്യണം? ഡൈവിലുള്ള അതേ ലെറ്റേഴ്സ് തന്നെയാണോ കോഡാക്കാൻ പറഞ്ഞിരിക്കുന്ന വേർഡിലുള്ളത് നോക്കുക. അതും പോസിബിൾ അല്ല. ഡൈവിലുള്ള അതേ ലെറ്റേഴ്സ് അല്ല ടേക്കിലുള്ളത്. പിന്നെ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് എഴുതുക എന്നുള്ളതാണ്. സോ ഇത്തരം ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ചെക്ക് പോസിബിൾ അല്ലെങ്കിൽ ഉടനെ തന്നെ ഗോ ടു ആൽഫബറ്റ്സ് A to Z ഒന്ന് എഴുതുക, റൈറ്റ്. ലൈക്ക് ദിസ് വൺ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. A മുതൽ Z വരെ അവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ കോഡിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഡൈവിനെ കോഡ് ചെയ്തിരിക്കുന്നത് IMYG എന്നാണ്. ലെറ്റ് മി റൈറ്റ് ഇറ്റ് ഹിയർ. DIVE ഡൈവ് എന്നുള്ള ഈ വേർഡിനെ കോഡ് ചെയ്തിരിക്കുന്നത് IMYG എന്നാണ്, റൈറ്റ്. സോ DI ആകുന്നു. ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. DI ആകണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം? D കഴിഞ്ഞിട്ട് 1 2 3 4 5. സോ +5 ചെയ്താലാണ് I ആകുന്നത്, റൈറ്റ്. ദെൻ IM ആകുന്നു. IM ആകണമെങ്കിൽ I കഴിഞ്ഞിട്ട് 1 2 3 4 +4 ചെയ്യുമ്പോഴാണ് M ആകുന്നത്, റൈറ്റ്. ദെൻ VY ആകുന്നു. VY ആകണമെങ്കിൽ അഗെയിൻ ക്രോസ് ചെക്ക് ചെയ്യുക. V കഴിഞ്ഞതിന് ശേഷം 1 2 3 +3 ചെയ്യുമ്പോൾ Y ആയി. അങ്ങനെയാണെങ്കിൽ ഈ G ആകണമെങ്കിൽ ഈ G ആകുന്നു. ഈക്ക് ശേഷം 1 2 +2 ചെയ്യുമ്പോഴാണ് G ആകുന്നത്. സോ വി ഗോട്ട് എ പാറ്റേൺ, റൈറ്റ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന പാറ്റേൺ എന്താണ്? ആദ്യത്തെ ലെറ്ററിൻ്റെ ഒപ്പം 5 ആഡ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ലെറ്ററിൻ്റെ ഒപ്പം 4 ആഡ് ചെയ്തു. മൂന്നാമത്തെ ലെറ്ററിൻ്റെ ഒപ്പം 3, ദെൻ 2, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി കോഡ് ഫോർ ടേക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിനെ കോഡ് ചെയ്യാം TAKE, റൈറ്റ്. ഫസ്റ്റ് ലെറ്ററിൻ്റെ ഒപ്പം എത്ര ആഡ് ചെയ്യണം? +5 ആഡ് ചെയ്യണം. ടിയുടെ ഒപ്പം 5 ആഡ് ചെയ്താൽ 1 2 3 4 5 ദാറ്റ് വിൽ ബി Y, റൈറ്റ്. എയുടെ ഒപ്പം 4 ആഡ് ചെയ്യുക. 1 2 3 4 ദാറ്റ് വിൽ ബി E. കെയുടെ ഒപ്പം 3 ആഡ് ചെയ്യുക, റൈറ്റ്. സെയിം രീതിയിൽ ചെയ്യുക. കെയുടെ ഒപ്പം 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കെ കഴിഞ്ഞിട്ട് 1 2 3 ദാറ്റ് വിൽ ബി N. ഓക്കെ. ഇയുടെ ഒപ്പം 2 ആഡ് ചെയ്യുക. ഇ കഴിഞ്ഞിട്ട് 1 2 ദാറ്റ് ഈസ് G. സോ നമ്മുടെ കോഡ് എന്താണ്? YENG എന്നുള്ളതാണ് നമ്മളുടെ കോഡ്. സോ YENG ഓപ്ഷനിലൂടെ നോക്കി. ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കിടപ്പുണ്ട്. സോ റൈറ്റ് ആൻസർ ഈസ് YENG. കിട്ടിയല്ലോ. അപ്പോൾ ആദ്യത്തെ ചെക്ക് പോസിബിൾ അല്ലെങ്കിൽ റൈറ്റ് അവേ നമുക്ക് എന്തിലേക്ക് പോകാം? ആൽഫബറ്റ്സിലേക്ക് പോകാം. ആൽഫബറ്റ്സിലേക്ക് എടുത്തിട്ട് ഫസ്റ്റ് ലെറ്ററും തമ്മിലുള്ള റിലേഷൻ നോക്കുക. അതായത് ആദ്യത്തെ വേർഡിലെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് D ആണ്. കോഡിലെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് I ആണ്. സോ ഫസ്റ്റ് ടു ഫസ്റ്റ് കമ്പയർ ചെയ്യുക. ദെൻ സെക്കൻഡ് ടു സെക്കൻഡ്, തേർഡ് ടു തേർഡ്, ഫോർത്ത് ടു ഫോർത്ത്, അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിലാണ് നമ്മൾ പിന്നെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നത്, റൈറ്റ്. ലെറ്റ് മീ ഷോ യു. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് അബോർഡ് ഈസ് കോഡഡ് ആസ് ADRHJ ദെൻ ദി കോഡ് ഫോർ ആഗ്രോ വിൽ ബി. അബോർഡിൻ്റെ കോഡ് വന്നിരിക്കുന്നത് ADRHJ ആണ്. സോ അബോർഡിലുള്ള അതേ ലെറ്റേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത് നോക്കുക. അല്ല, അബോർഡിലുള്ള അതേ ലെറ്റേഴ്സ് തന്നെ അല്ല കോഡിൽ വന്നിരിക്കുന്നത്. ദെൻ അബോർഡിലുള്ള അതേ ലെറ്റേഴ്സ് തന്നെയാണോ കോഡാക്കാൻ പറഞ്ഞിരിക്കുന്ന വേർഡിലുള്ളത് നോക്കുക. സെയിം അല്ല, അവിടെയും അല്ല. സോ ഈ രണ്ട് ചെക്കും കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് പോകേണ്ടത്. റൈറ്റ് അവേ നമുക്ക് ആൽഫബറ്റ്സിലേക്ക് പോകാം. അതിനുശേഷം ക്രോസ് ചെക്ക് ചെയ്യാം. A B
ഒ ഡി ഇ ഇതാണ് നമ്മളുടെ വേർഡ്. അതിനെ കോഡ് ചെയ്തിരിക്കുന്നത് എ ഡി ആർ എച്ച് ആൻഡ് ജെ എന്നാണ്, റൈറ്റ്? സോ സെയിം വേയിൽ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. എ ബിക്കെയിം എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് +0. ഓക്കെ, സെയിം ലെറ്റർ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ബി ഡി ആകുന്നു. ബി ഡി ആകണമെങ്കിൽ ബി കഴിഞ്ഞ് 1 2 +2 ആണ് ചെയ്തിരിക്കുന്നത്. ദെൻ ഒ ബിക്കെയിം ആർ. ഒ ആർ ആകണമെങ്കിൽ 1 2 3 +3. ഡി എച്ച് ആകുന്നു. ഡി എച്ച് ആകണമെങ്കിൽ ഡി കഴിഞ്ഞിട്ട് 1 2 3 4 +4 എന്ന് കിട്ടി. ഈ ജെ ആകുന്നു. ഈ ജെ ആകണമെങ്കിൽ ഈ കഴിഞ്ഞിട്ട് 1 2 3 4 5 5 വരുമ്പോഴാണ് ജെ ആകുന്നത് +5, റൈറ്റ്? സോ വി ഗോട്ട് എ പാറ്റേൺ. ഫസ്റ്റ് ലെറ്ററിൻ്റെ ഒപ്പം 0 ആഡ് ചെയ്യുക, സെക്കൻഡ് ലെറ്ററിൻ്റെ ഒപ്പം 2 3 4 5 എന്ന് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ആഗ്രോയിനെ ഒന്ന് ക്രോഡ് ചെയ്യാം. എ ജി ആർ ഒ, ഫസ്റ്റ് ലെറ്റർ +0, ദാറ്റ് മീൻസ് സെയിം ലെറ്റർ തന്നെ നമുക്കിവിടെ എഴുതാം. സെക്കൻഡ് ലെറ്റർ +2 ആണ്. ജി +2, ജി കഴിഞ്ഞിട്ട് 1 2, ദാറ്റ് വിൽ ബി ഐ, റൈറ്റ്? ഐ കിട്ടുന്നു രണ്ടാമത്തെ ലെറ്ററായിട്ട്. മൂന്നാമത്തെ ലെറ്റർ ഏതാണ്? ആറാണ്. സോ 6 കഴിഞ്ഞിട്ട് +3. 6 കഴിഞ്ഞ് +3 എന്ന് പറഞ്ഞാൽ 1 2 3, ദാറ്റ് വിൽ ബി യു, റൈറ്റ്? ദെൻ അവസാനത്തെ ലെറ്റർ ഒ ആണ്. ഒ +4, റൈറ്റ്? 1 2 3 4, ദാറ്റ് വിൽ ബി എസ്. സോ ആൻസർ ഈസ് AIUS, റൈറ്റ്? AIUS, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ 2 സ്റ്റെപ്പുകളായി നമ്മൾ ചെയ്യുന്നു. ഈ 2 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ് മീ ഷോ യു അനദർ വൺ. ദെൻ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് MCQs വരും, അതും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. സോ ഒരുപാട് ഒരു കംഫർട്ടബിൾ ലെവലിലേക്ക് നമുക്ക് മാത്തമാറ്റിക്കൽ റീസണിങ് ആക്കണം, റൈറ്റ്? സോ ഈ ഫേസ് ഈസ് കോഡഡ് ആസ് HCEG. ദെൻ ദി കോഡ് ഫോർ ഹൈ വിൽ ബി. അപ്പോൾ ആദ്യത്തെ ക്രോസ് ചെക്ക് ചെയ്യുക. ഫേസിൻ്റെ അതേ ലെറ്റേഴ്സ് അല്ല കോഡിൽ വന്നിരിക്കുന്നത്, ഫേസിൻ്റെ അതേ ലെറ്റേഴ്സ് അല്ല ഹൈയിലും വന്നിരിക്കുന്നത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം. റൈറ്റ് അവേ നമുക്ക് പോകാം ആൽഫബറ്റ്സിലേക്ക്. ദെൻ ഫേസിൻ്റെ എഴുതുക FACE. ഫേസിനെ കോഡ് ചെയ്തിരിക്കുന്നത് HCEG എന്നാണ്. അപ്പോൾ FH ആകുന്നു, റൈറ്റ്? അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുക. FH ആകണമെങ്കിൽ 1 2 +2 ചെയ്താൽ മതി. അതേപോലെ AC ആകുന്നു. AC ആകുമ്പോഴും എഗെയിൻ 1 2 +2 ആണ്. CE ആകുമ്പോഴും C കഴിഞ്ഞിട്ട് 1 2 +2 ആണ്. ആൻഡ് EG ആകുന്നു. EG ആകുന്നു എന്ന് പറഞ്ഞാൽ E കഴിഞ്ഞിട്ട് 1 2 +2 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ലെറ്റേഴ്സിൻ്റെ ഒപ്പം +2 ചെയ്തിട്ടാണ് കോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹൈയുടെ കോഡാണ് HIGH. കോഡ് എഴുതാമല്ലോ. H+2 IJ. J ആണ് ആദ്യത്തെ ലെറ്ററായിട്ട് വരുന്നത്. ദെൻ I+2 എന്ന് പറഞ്ഞാൽ I കഴിഞ്ഞിട്ട് J കഴിഞ്ഞാൽ വരുന്നത് K ആണ്, K. ദെൻ G+2, വെർ ഇസ് G ഇവിടെയാണ്. G+2 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി I. ആൻഡ് H+2 ദാറ്റ് ഈസ് J ഇറ്റ്സെൽഫ്, റൈറ്റ്? സോ JKIJ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിട്ട് ആൻസർ കിടപ്പുണ്ട്, റൈറ്റ്? ഓപ്ഷനിൽ ഡി ആയിട്ട് ആൻസർ കിടപ്പുണ്ട്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മോഡലുകൾ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് കെമിസ്ട്രി ഈസ് റിട്ടൺ ആസ് DGFLJRUQZ, റൈറ്റ്? ദി സെയിം കോഡ് ലാംഗ്വേജ് ജിയോമെട്രി വിൽ ബി റിട്ടൺ ആസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിം മോഡൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ആദ്യം കെമിസ്ട്രിയിലുള്ള അതേ ലെറ്റേഴ്സ് ആണോ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല. പിന്നെ എന്ത് ചെയ്യണം? കെമിസ്ട്രിയിലുള്ള അതേ ലെറ്റേഴ്സ് ആണോ ജോമെട്രിയിലുള്ളത്? അതുമല്ല. ഇത് രണ്ടും അല്ലെങ്കിൽ ഗോ ടു ആൽഫബറ്റ്സ്, റൈറ്റ്? ആൽഫബറ്റ്സിലേക്ക് പോകാം. സോ കെമിസ്ട്രി ഞാനിവിടെ എഴുതുന്നു ഒന്നുകൂടി. കെമിസ്ട്രി, റൈറ്റ്? ദെൻ അതിൻ്റെ കോഡ് വരുന്നത് DGFL
ജെ ആർ യു ക്യു ഇസഡ് എന്നാണ്. ഓക്കെ, തെറ്റായിരിക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്ത് പതുക്കെ നമുക്ക് ചെയ്യാം. സോ സി ബിക്കെയിം ഡി. സി ഡി ആകുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് +1, റൈറ്റ്? ഞാൻ ഇവിടെ ചെറുതായിട്ട് എഴുതുന്നത് +1. ദെൻ എച്ച് ജി ആകുന്നു. എച്ച് ജി ആകുന്നു എന്ന് പറഞ്ഞാൽ പുറകോട്ട് വരുവാണ്, ദാറ്റ് ഈസ് -1, റൈറ്റ്? ഇ എഫ് ആകുന്നു. ഇ എഫ് ആകണമെങ്കിൽ അഗെയിൻ +1. എം എൽ ആകുന്നു. എം എൽ ആകുന്നു എന്ന് പറഞ്ഞാൽ പുറകോട്ട് വരുവാണ്, ദാറ്റ് വിൽ ബി -1, റൈറ്റ്? -1. പിന്നെ ഐ ജെ ആകുന്നു. ഐ ജെ ആകുമ്പോൾ +1. പിന്നെ എസ് ആർ ആകുന്നു. എസ് ആർ ആകുന്നു എന്ന് പറഞ്ഞാൽ -1. ടി യു ആകുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി +1. ദെൻ ആർ ക്യു ആകുന്നു, തിരിച്ചു വരുവാണ്, സോ ദാറ്റ് ഈസ് -1. ചെറുതായിട്ടാണ് ഞാൻ കുറച്ച് എഴുതിയത്, എന്നാലും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, റൈറ്റ്? ഫസ്റ്റ് ലെറ്ററിൻ്റെ ഒപ്പം +1 ചെയ്യുക, സെക്കൻഡ് ലെറ്ററിൻ്റെ ഒപ്പം -1, തേർഡ് ലെറ്ററിൻ്റെ ഒപ്പം വീണ്ടും +1, പിന്നെ -1, +1, -1. അങ്ങനെയാണ് റിലേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ജിയോമെട്രിയെ കോഡ് ചെയ്യാം. ജിയോമെട്രി, റൈറ്റ്? GEOMETRY. ജിയോമെട്രിയെ കോഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലെറ്റർ G+1. G+1 എത്രയാണ്? എച്ച് ആണ്, റൈറ്റ്? G+1 is H. Then E-1. E-1 എന്ന് പറയുമ്പോൾ that will be D. Then O+1. O+1 ചെയ്തു കഴിഞ്ഞാൽ that is P. അടുത്തത് M-1. M-1 is L. ഓക്കെ, അടുത്തത് E+1. E+1 is F. അടുത്തത് T-1. ടിയിൽ നിന്നും -1 ചെയ്താൽ ദാറ്റ് വിൽ ബി എസ്. R+1. ആറിൽ നിന്ന് +1 ചെയ്താൽ അതും എസ് ആണ്. Y-1. Y-1 ആണെങ്കിൽ അത് എക്സ് ആണ്. സോ റൈറ്റ് ആൻസർ. ഓക്കെ, HDP LFSSX. HDP LFSSX ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ലെറ്ററിൻ്റെ ഒപ്പം +1 ചെയ്തു, സെക്കൻഡ് ലെറ്ററിൻ്റെ ഒപ്പം -1, അങ്ങനെ +1 -1 റിപ്പീറ്റഡ് ആയിട്ട് വന്നിരുന്ന ഒരു മോഡലാണ് ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് പ്രിവെൻറ്റ് ഈസ് റിട്ടൺ ആസ് TNEVERP. ഹൗ ഈസ് സ്പെഷ്യൽ റിട്ടൺ ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്? ഒന്ന് ആദ്യത്തെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. ആദ്യത്തെ ചെക്ക് എന്താ? പ്രിവെൻറ്റ്. ഇതിൽ വന്നിരിക്കുന്ന അതേ ലെറ്റേഴ്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, നോക്കുക, സെയിം ലെറ്റേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു റീഅറേഞ്ച്മെൻറ്റ് മാത്രമാണ്. എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. പ്രിവെൻറ്റിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതുവാണെങ്കിൽ നമുക്ക് കോഡ് കിട്ടും, റൈറ്റ്? പ്രിവെൻറ്റിനെ നേരെ തിരിച്ചെഴുതുവാണെങ്കിൽ കോഡ് കിട്ടും. അപ്പോൾ സ്പെഷ്യൽ നെയിം അതേ രീതിയിൽ തിരിച്ചെഴുതിയാൽ മതി. LAICEPS, റൈറ്റ്? LAICEPS. LAICEPS. ഓപ്ഷൻ 2 LAICEPS. അപ്പോൾ അതാണ് നമ്മളുടെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഫസ്റ്റ് മോഡലിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഏകദേശം 2 മോഡലുകൾ നമ്മൾ ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു മോഡലിലേക്ക് പോകാം. ഇനി നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർത്തിയിരിക്കുന്ന മറ്റൊരു മോഡൽ ഇതാണ്. ഡ്രൈവർ ഈസ് 12, ഗവൺമെൻറ് ഈസ് 20, ബിലീവ്ഡ് ഈസ് 16, ദെൻ ബാറ്റ് ഈസ് ഈക്വൽ ടു, റൈറ്റ്? ഇപ്പോൾ എന്ത് ചെയ്യും ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ? നമുക്ക് നേരത്തെ ഒരു ലെറ്റേഴ്സ് അല്ല വന്നിരിക്കുന്നത്, നമ്പറിലേക്കാണ് പോയിരിക്കുന്നത്. നമ്പറിലേക്ക് പോവുകയാണെങ്കിൽ 2 ഓപ്ഷൻസാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് പൊസിഷണൽ വാല്യൂസ് ആണ്, അതായത് ABCDയുടെ പൊസിഷണൽ വാല്യൂസ്. എയുടെ പൊസിഷണൽ വാല്യൂ 1 ആണ്, ബിയുടെ 2 ആണ്, സിയുടെ 3 ആണ്. അങ്ങനെ വാല്യൂസ് എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്തും കുറച്ച് നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ നമ്പർ എത്രയാണെന്ന് നോക്കുക, ലെറ്റേഴ്സിൻ്റെ കൗണ്ട് എടുക്കുക. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ കൗണ്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 6 ലെറ്റേഴ്സ് ഉണ്ട്, റൈറ്റ്? ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ 10 ലെറ്റേഴ്സ് ഉണ്ട്, ബിലീവ്ഡ് 8 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി നോക്കി 6 ലെറ്റേഴ്സ് വന്നപ്പോൾ ഇവിടെ 12 എന്ന് എഴുതിയിരിക്കുന്നത്. 6നെ 12 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടും. 10 ലെറ്റേഴ്സ് വന്നു, എഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് 20. 8 ലെറ്റേഴ്സ് വന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് 16. അപ്പോൾ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ മതി. ബാറ്റിൽ വരുന്നത് 3 ലെറ്റേഴ്സാണ്, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വിൽ ഗെറ്റ് 6. ഇതാണ് നമ്മളുടെ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? സോ ഇത്തരം സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മോഡൽ ഓർത്ത് വെച്ചേക്കാം.
സെയിം രീതിയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടതാണ്. ഇഫ് റീസൺ ഈസ് കോഡ് ആസ് 5, ഗവൺമെൻറ് ആസ് 9, ദെൻ വാട്ട് ഈസ് ദി കോഡ് ഫോർ ആക്സിഡൻറ്റ്? റീസൺ കോഡ് ചെയ്തിരിക്കുന്നത് 5 എന്നാണ്, ഗവൺമെൻറ് 9 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ കോഡ് എത്രയാണ്? റീസണിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക. റീസണിൽ 6 ലെറ്റേഴ്സാണുള്ളത്, ഇവിടെ എഴുതിയിരിക്കുന്നത് 5 എന്നാണ്. ഗവൺമെൻറ്റിൽ 10 ലെറ്റേഴ്സാണുള്ളത്, ഇവിടെ 9 എന്നാണ് എഴുതിയിരിക്കുന്നത്. റൈറ്റ്. സോ 6 ലെറ്റേഴ്സ് 5 ആണോ എന്ത് ചെയ്യണം? 6 - 1 ചെയ്താൽ 5 കിട്ടും. 10 ലെറ്റേഴ്സാണ്, അത് 9 ആകണമെങ്കിൽ അഗെയിൻ -1 ചെയ്താൽ നമുക്ക് 9 കിട്ടും. അപ്പോൾ അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആക്സിഡൻറ്റിൽ ടോട്ടൽ 8 ലെറ്റേഴ്സാണുള്ളത്, അതിനെ -1 ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കോഡായി. ദാറ്റ് ഈസ് 7. ഓക്കെ, ക്ലിയർ? ശരി. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ എ സെർട്ടൻ കോഡ് ലൈഫ് ഈസ് റിട്ടൺ ആസ് KMHJEGDF. Then how is weight written in that code? ലൈഫിനെ കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെങ്കിൽ വേഡിനെ എങ്ങനെ കോഡ് ചെയ്യും? ഇതുവരെ നമ്മൾ കോഡിങ് ചെയ്തപ്പോൾ ഒരിടത്തും തന്നിരിക്കുന്ന വേഡിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കോഡിൽ വന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെയോ തന്നിരിക്കുന്ന വേഡിൽ ടോട്ടൽ 4 ലെറ്റേഴ്സേ ഉള്ളൂ, പക്ഷേ കോഡാക്കിയപ്പോൾ 8 ലെറ്റേഴ്സ് ഉണ്ട്. അതിനർത്ഥം എന്താണ്? ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ലെറ്റേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലല്ലേ 4 എന്നുള്ളത് 8 മാറും. കോഡിലേക്ക് വന്നപ്പോൾ 4 എന്നുള്ളത് 8 മാറിയിരിക്കുകയാണ്. സോ ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ലെറ്റേഴ്സ് വീതം വന്നിട്ടുണ്ടെന്നാണ് സാരം. അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ആൽഫബറ്റ്സ് ഒന്ന് എഴുതി നോക്കുക. കൺഫ്യൂഷൻ വരുവാണെങ്കിൽ വരാതിരിക്കാൻ വേണ്ടി ആൽഫബറ്റ്സ് എഴുതുന്നതാണ് നല്ലത്. സോ ജസ്റ്റ് നോക്കുക. ലൈഫ് എന്ന് പറയുന്നത് എല്ലാണ്. എല്ലിന് പകരം വന്നിരിക്കുന്ന കോഡ് എത്രയാണ്? KM. അതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ KUM ആണ്. അപ്പോൾ എല്ലിന് തൊട്ട് മുമ്പ് വരുന്ന ലെറ്ററാണ് K, എല്ലിന് ശേഷം വരുന്ന ലെറ്ററാണ് M. റൈറ്റ്. എല്ലിന് മുമ്പ് വരുന്ന ലെറ്റർ, എല്ലിന് ശേഷം വരുന്ന ലെറ്റർ. ഇതേ ട്രെൻഡ് ബാക്കിയുള്ള ലെറ്റേഴ്സും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. I ആണ് അടുത്ത ലെറ്റർ, I ആണ്. Iക്ക് മുമ്പ് വരുന്ന ലെറ്ററാണ് H, സെയിം ആണല്ലോ, H ആണ് അവിടെ വന്നിരിക്കുന്നത്. Iക്ക് ശേഷം വരുന്ന ലെറ്ററാണ് J വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് F ആണ്. F എന്ന് പറയുമ്പോൾ Fന് തൊട്ട് മുമ്പ് വരുന്ന ലെറ്റർ E തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. Fന് ശേഷം വരുന്ന ലെറ്ററാണ് G. സോ സെയിം. ഓക്കെ, അവസാനത്തെ ലെറ്ററിനോട് ക്രോസ് ചെക്ക് ചെയ്യാം. E ആണ് അടുത്ത ലെറ്റർ. ഇക്ക് മുമ്പ് വരുന്നത് D ആണ്, നമ്മളുടെ കോഡിലും D കാണാം. ദെൻ ഇക്ക് ശേഷം വരുന്ന F ആണ്, നമ്മളുടെ കോഡിലും F കാണാം. സോ സിമ്പിളാണ്. അതായത് തന്നിരിക്കുന്ന വേഡിലെ ഓരോ ലെറ്റേഴ്സിൻ്റെയും മുമ്പ് വരുന്ന ലെറ്ററും അതിന് ശേഷം വരുന്ന ലെറ്ററുമാണ് കോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേഡിനെ നമുക്കൊന്ന് കോഡ് ചെയ്യാം. WORD. ഡബ്ല്യുവിന് മുമ്പ് വരുന്ന ലെറ്റർ ദാറ്റ് ഈസ് V, അതിനുശേഷം വരുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ X ആണ്. ഒയ്ക്ക് മുമ്പ് വരുന്ന ലെറ്റർ N, അതിനുശേഷം വരുന്ന ലെറ്റർ P ആണ്. ആറിന് മുമ്പ് വരുന്ന ലെറ്റർ ദാറ്റ് ഈസ് Q, ദെൻ ആറിന് ശേഷം വരുന്ന ലെറ്റർ ദാറ്റ് ഈസ് S. ഡിക്ക് മുമ്പ് വരുന്ന ലെറ്റർ C, ഡിക്ക് ശേഷം വരുന്ന ലെറ്റർ E. സോ വി ഗോട്ട് ദി കോഡ്. ഇതാണ് നമ്മളുടെ കോഡ്. VXNPQSCE, ഓപ്ഷൻ C. ഓക്കെ. സോ മറ്റൊരു മോഡലിലുള്ള ക്വസ്റ്റ്യൻ കൂടി കണ്ടു. ഇപ്പോൾ ഒരു 3-4 മോഡലായി. ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു മോഡലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കണം. നമ്മൾ ആദ്യത്തെ ചെക്ക് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നിരിക്കുന്ന വേഡിലെ ലെറ്റേഴ്സ് അതേ ലെറ്റേഴ്സ് തന്നെയാണോ കോഡിൽ വന്നിരിക്കുന്നത് നോക്കുക. അല്ലെങ്കിൽ ആ വേഡിലെ ലെറ്റേഴ്സ് കോഡാക്കാൻ പറഞ്ഞിരിക്കുന്ന വേഡിലും സെയിം ലെറ്റേഴ്സ് ആണോ നോക്കുക. ഇത് രണ്ടും പോസിബിൾ അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം? ആൽഫബറ്റ്സിലേക്ക് പോയിട്ട് ഫസ്റ്റ് ലെറ്റർ ടു ഫസ്റ്റ് ലെറ്റർ കമ്പാരിസൺ നടത്തുക. അതും പോസിബിൾ അല്ലെങ്കിലോ? അതും പോസിബിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ടു എൻഡ് ലെറ്റർ കമ്പയർ ചെയ്യുക. അതും പോസിബിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ടു മിഡ് ലെറ്റർ, സെൻറ്ററിൽ വരുന്ന ലെറ്ററുമായിട്ട് കമ്പയർ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആ മോഡലിൽ കാണിക്കാം. സി കോവാലൻറ്റ്. ഇൻ എ സർട്ടൻ കോഡ് കോവാലൻറ്റ് ഈസ് കോഡഡ് ആസ് BWPDUOFM. ദെൻ ദി കോഡ് ഫോർ എലിഫൻറ്റ് വിൽ ബി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ, എന്തായാലും നമ്മൾ ഫസ്റ്റ് ചെക്കും സെക്കൻഡ് ചെക്കും ചെയ്യുക, അതൊന്നും പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം ആൽഫബറ്റ്സിലേക്ക് നമ്മൾ വരുന്നു. ആൽഫബറ്റ്സിൽ നോക്കുമ്പോൾ കോവാലൻ്റ് ആണ് COVALENT, റൈറ്റ്. അതിനെ കോഡ് ചെയ്തിരിക്കുന്നത് BWPDUOFM എന്നാണ്, റൈറ്റ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ടു ഫസ്റ്റ് ലെറ്റർ റിലേഷൻ തോന്നാം. ഒരു -1 ചെയ്താൽ കിട്ടുമെന്ന് പറയാം. പക്ഷേ വാട്ട് അബൌട്ട് ദി സെക്കൻഡ് ലെറ്റർ? OW ആവുന്നു. OW ആകണമെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക്
1 2 3 4 5 6 7 8 പ്ലസ് 8ഉം ദെൻ വി പി ആകുന്നു. വി പി ആകുന്നു എന്ന് പറഞ്ഞാൽ ലൈക്ക് 1 2 3 4 5 6 മൈനസ് 6 എന്തെങ്കിലും ഓർഡർ ഉണ്ടോ? അവിടെ നമുക്കൊരു ഓർഡർ ഇല്ല. ഓക്കെ, അങ്ങനെ ഓർഡർ ഇല്ലെങ്കിൽ ഗോ ടു ദി നെക്സ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്ന് ഇറേസ് ചെയ്യട്ടെ. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള എന്താ? നമ്മുടെ മുമ്പിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കമ്പാരിസൺ പോസിബിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്ററും 1 സെക്കൻഡ് ഓക്കെ ഫസ്റ്റ് ലെറ്ററും എൻഡ് ലെറ്ററും തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, സിയും എമ്മും ആണ്, അവിടെയും ഒരു കമ്പാരിസൺ നമുക്ക് പറയാൻ സാധിക്കില്ല. അതേപോലെ സെക്കൻഡ് ലെറ്ററും സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററും തമ്മിൽ കമ്പയർ ചെയ്യാം. തേർഡ് ലെറ്ററും അതിനു മുമ്പുള്ള ലെറ്ററുമായിട്ട് കമ്പയർ ചെയ്യാം. എങ്ങനെ കമ്പയർ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ഫസ്റ്റ് ടു എൻഡ് കമ്പാരിസൺ അതും പോസിബിൾ അല്ല ഇവിടെ, റൈറ്റ്? ആ ഒരു കമ്പാരിസണും ഇവിടെ നമുക്ക് ആദ്യത്തെ ലെറ്ററും അവസാനത്തെ ലെറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊന്നും ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദി നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് എന്താണ്? നമ്മളിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാക്സിമം ലെവൽ. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. പിന്നെ നമ്പേഴ്സിലെല്ലാം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. എന്നാലും ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കാവുന്നതിൽ ഏറ്റവും ടഫസ്റ്റ് എന്ന് പറയാവുന്ന ഈ ഒരു റീജിയനാണ്. ബിക്കോസ് നമ്മൾ പല സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ചിന്തിക്കേണ്ട ഇത്രയാണ്, ഫസ്റ്റ് ലെറ്റർ ടു എൻഡ് കൂടി കമ്പയർ ചെയ്തിട്ട് ഒന്നും പോസിബിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ടു മിഡ് ലെറ്റർ കമ്പയർ ചെയ്യണം. അതിന് വേണ്ടി ലെറ്റേഴ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഈക്വൽ നമ്പർ ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇരട്ട സംഖ്യയൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പോലെ സ്പ്ലിറ്റ് ചെയ്യാം. രണ്ട് ഈക്വൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആദ്യം 4 ലെറ്റേഴ്സ്, രണ്ടാമത് 4 ലെറ്റേഴ്സ് എന്നുള്ള രീതിക്ക് കോഡ് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് ലെറ്ററിനെ ആദ്യത്തെ പാർട്ടിൻ്റെ ലാസ്റ്റ് ലെറ്ററുമായിട്ട് കമ്പയർ ചെയ്യുക. ദെൻ സെക്കൻഡ് ലെറ്ററിനെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററുമായിട്ട്, തേർഡ് വൺ സെക്കൻഡ് ലെറ്റർ ആൻഡ് ഫോർത്ത് വൺ കോഡിലെ ഫസ്റ്റ് ലെറ്ററുമായിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്ത് നോക്കി. സി ഡി, റൈറ്റ്? സി ഡി ആകുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് +1, റൈറ്റ്? ഒ പി ആകുന്നു. ഒ പി ആകുന്നു എന്ന് പറഞ്ഞാൽ അഗെയിൻ +1. വി ഡബ്ല്യു ആകുന്നു. വി ഡബ്ല്യു ആകുമ്പോഴും +1 ആണ്. ദെൻ എ ബി ആകുന്നു, ദാറ്റ് ഈസ് അഗെയിൻ +1. അപ്പോൾ ഈ ഒരു പാർട്ടിൽ റിലേഷൻ എന്ന് പറയുന്നത് എല്ലാ ലെറ്റേഴ്സിൻ്റെ ഒപ്പം +1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് പാർട്ട് കോഡ് കിട്ടും. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ എൽ എം, റൈറ്റ്? സെയിം രീതി നോക്കുക. ഇ എഫ് എൻ ഒ ടി യു, റൈറ്റ്? സി ടി യു. സോ ഇവിടെയും ചെയ്തിരിക്കുന്നത് എന്താ? സെയിം വേയിലാണ് +1 ആണ് ചെയ്തിരിക്കുന്നത്. സോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു, പക്ഷേ എല്ലാത്തിൻ്റെ ഒപ്പം +1 ആണ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ നമുക്കൊന്ന് കോഡ് കണ്ടുപിടിക്കാം എലിഫൻറ്റിൻ്റെ. ഓക്കെ, ലെറ്റ് മീ ഇറേസ് ദിസ്. ഒന്ന് മായ്ച്ചതിന് ശേഷം എലിഫൻറ്റ് നമുക്ക് അതേപോലെ എഴുതാം. സി ELEPHANT, റൈറ്റ്? സോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ് വരുന്ന ലെറ്റർ എൻഡിൽ വരണം, ഫസ്റ്റ് പാർട്ടിൻ്റെ എൻഡിൽ വരണം. സോ E+1 ദാറ്റ് ഈസ് എഫ്. എഫിനെ ഞാൻ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ എൻഡിൽ എഴുതി. L+1 ഈസ് എം, ഇവിടെ എഴുതുന്നു. അടുത്തത് E+1 എഫ് ആൻഡ് P+1 ദാറ്റ് ഈസ് ക്യൂ. സോ വി ഗോട്ട് ദി ഫസ്റ്റ് പാർട്ട് QFMF. ഓപ്ഷനിൽ കാണാമല്ലോ QFMF ഉണ്ട്. ഓപ്ഷൻ 3 അതാണ്, റൈറ്റ്? അവിടെ വെച്ച് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്നാലും ബാക്കി കൂടി നമുക്ക് ചെയ്യാം. അടുത്തതും അതേപോലെ എച്ച് കഴിഞ്ഞാൽ ഐ ആണ്, എൻഡിൽ ഐ വരണം. എ കഴിഞ്ഞാൽ ബി ആണ്, എൻ കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഒ ആൻഡ് ടി കഴിഞ്ഞാൽ ടിക്ക് ശേഷം വരുന്നത് യു ആണ്. സോ ദിസ് ഈസ് അവർ കോഡ്. ഓക്കെ, QFMFUOBI ഓപ്ഷനിലുണ്ടല്ലോ, QFMFUOBI. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൂടി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അതിനുള്ളൊരു മോഡലാണ് ഇവിടെ നമ്മൾ കാണിച്ചത് കേട്ടോ, ഇത് ഓർത്തേക്കുക. സോ ആ രീതിയിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി കാണാൻ വേണമെങ്കിൽ, പക്ഷേ ഇത് കുറച്ചുകൂടി ടഫാണ്, റൈറ്റ്? ലെറ്റ്സ് സീ. പ്ലീഡിങ് ഈസ് റിട്ടൺ ആസ് FMHCQMFB. ഹൗ ഈസ് ഷോൾഡർ റിട്ടൺ ഇൻ ദാറ്റ് കോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെക്ക് പോസിബിൾ അല്ല, സെക്കൻഡ് ചെക്ക് ഒന്നും പോസിബിൾ അല്ല, എല്ലാം ഞാൻ പറയുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ എന്താ എഴുതുന്നത്? പ്ലീഡിങ്, PLEADING. നേരത്തെ നമ്മൾ എലിഫൻറ്റ് ചെയ്ത അതേ മോഡലാണിത്, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിനുശേഷം അതിൻ്റെ കോഡ് തരുന്നത്
M H C then Q M F B ആണ്. ഇതാണ് നമ്മളുടെ കോഡ്. സോ ഫസ്റ്റ് ലെവലിൽ നമ്മൾ പിയും എഫും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, എല്ലും എമ്മും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, പോസിബിൾ അല്ല. ദെൻ ഫസ്റ്റ് ലെറ്റർ ടു എൻ ലെറ്റർ കമ്പയർ ചെയ്യുന്നു, അതും പോസിബിൾ അല്ല. അവസാനത്തെ കൈ എന്നുള്ള രീതി നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. റൈറ്റ്, സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെയും നമുക്ക് ചില പ്രശ്നങ്ങൾ വരാം. റൈറ്റ്, നോക്കാം. പി കമ്പയർ ചെയ്യാൻ ഇവിടെ എൻഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, സി ആണ് അവിടെ വരുന്നത്. റൈറ്റ്, അത് കഴിഞ്ഞ് എച്ച് വരുന്നു, കമ്പാരിസൺ അവിടെ പോസിബിൾ അല്ല. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? അവിടെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് യു വിൽ ഹാവ് ടു കമ്പയർ ദിസ് വൺ വിത്ത് ദിസ്. ആദ്യത്തെ പാർട്ടിനെ എൻഡ് പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുക, സെക്കൻഡ് പാർട്ടിനെ ഫസ്റ്റ് പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് അങ്ങനെയായിരിക്കും തന്നിരിക്കുന്നത്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഇറ്റ് വിൽ ബി ലൈക്ക്, എങ്ങനെ വരും? പി ക്യു എൽ എം ഇ എഫ് എ ബി അടുത്ത് വരുന്നുണ്ടല്ലോ. അതായത് ഈ പിയും ഈ ക്യൂവും, ദെൻ എൽ എം ഇ എഫ് എ ബി. അത് നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ഇപ്പുറത്തേക്ക് എഴുതിയിട്ട് ഒന്ന് ചെയ്യാം. സി, ലെറ്റ് മീ റേസ് ദിസ്. ഇതാണ് ഏറ്റവും ടഫായിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ലെവൽ വരെ വരാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക കേട്ടോ. എഫ് ബി എന്നല്ലേ? റൈറ്റ്, എഫ് ബി എന്നാണ്. സോ ലെറ്റ് മീ റൈറ്റ്. ഈ പാർട്ടിനെ, സെക്കൻഡ് പാർട്ടിനെ ഞാൻ ആദ്യം എഴുതുന്നു. സെക്കൻഡ് പാർട്ടിനെ നമുക്ക് ആദ്യം എഴുതാം, എന്നിട്ട് ഫസ്റ്റ് പാർട്ടിനെ രണ്ടാമത് എഴുതാം. മായ്ച്ചിട്ട്, പ്ലീഡിങ് ആണല്ലോ, പ്ലീഡിങ്ങിൻ്റെ കോഡിൽ വന്നിരിക്കുന്ന സെക്കൻഡ് പാർട്ട് ദാറ്റ് ഈസ് ക്യു എം എഫ് ബി. അത് നമ്മൾ ആദ്യം എഴുതി. ഓക്കെ, അതിനുശേഷം കോഡിലെ ഫസ്റ്റ് പാർട്ട് ദാറ്റ് ഈസ് എഫ് എം എച്ച് സി. അത് നമ്മൾ രണ്ടാമത്തേക്ക് എഴുതി. അതിനുശേഷം ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് അവേ റിലേഷൻ കിട്ടും. പി ക്യു പ്ലസ് 1, എൽ എം പ്ലസ് 1, ഇ എഫ് പ്ലസ് 1, എ ബി പ്ലസ് 1. റൈറ്റ്. സോ സെക്കൻഡ് പാർട്ടിനെ ആദ്യത്തെ പാർട്ടുമായിട്ട് കമ്പയർ ചെയ്തു. ഇനി ഫസ്റ്റ് പാർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡി എഫ് ആകുന്നു. റൈറ്റ്, ഐ എം കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഡി എന്ന് പറയുന്നത് എഫ് ആകുന്നു എന്ന് പറഞ്ഞാൽ, അതേപോലെ ഐ എം ആകുന്നു, ഐ ബിക്കെയിം എം. അത് കഴിഞ്ഞ് എൻ എച്ച് ആകുന്നു, തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ഒരു എന്തോ ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും നമ്മളുടെ ബേസിക് റൂൾസിലേക്ക് വരിക. അതായത് ഫസ്റ്റ് ലെറ്റർ ടു എൻഡ് ലെറ്റർ കമ്പയർ ചെയ്യാൻ പറ്റും നോക്കാം. റൈറ്റ്, സോ ലെറ്റ് മീ സി. രണ്ടാമത്തെ പാർട്ടിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ലെറ്റർ ടു എൻഡ് ലെറ്റർ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഡി സി ആകുന്നു. ഡി സി ആകുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -1. ദെൻ ഐ എച്ച് ആകുമ്പോൾ എഗെയിൻ -1 ആവുന്നിരിക്കുന്നത്. എൻ എം അതും -1 ആണ്. എൻ എം ആകുന്നു -1. ജി എഫ് ആകുന്നു, ജി എഫ് ആകുമ്പോഴും -1. റൈറ്റ്, കിട്ടിയോ? അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഡയറക്റ്റായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം, സെക്കൻഡ് പാർട്ടിൽ ക്രോസ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്കതിനെ അതേ രീതിയിൽ ഷോൾഡർ എന്ന് അറേഞ്ച് ചെയ്താലോ. ഷോൾഡർ SHOULDER ഇതാണ് ഷോൾഡറിൽ വരുന്നത്. സോ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാർട്ടിൻ്റെ ലെറ്റേഴ്സ് വരേണ്ടത് സെക്കൻഡ് പാർട്ടിലും, സെക്കൻഡ് പാർട്ടിൻ്റെ ലെറ്റേഴ്സ് വരേണ്ടത് ആദ്യത്തെ പാർട്ടിലുമാണ്. റൈറ്റ്, അപ്പോൾ എങ്ങനെയാണത് വരേണ്ടതെന്നും കൂടി ഓർക്കുക. ആദ്യത്തെ പാർട്ട് ഷോൾഡറിൻ്റെ എസ് കഴിഞ്ഞ് വരുന്ന ലെറ്റർ വരണം. എസ് കഴിഞ്ഞ് വരുന്ന ലെറ്റർ എവിടെ വരണം? രണ്ടാമത്തെ പാർട്ടിൻ്റെ ആദ്യമായിട്ട് വരണം. എസ് കഴിഞ്ഞ് വരുന്ന ലെറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ടി. സോ സ്റ്റാർട്ട് വിത്ത് ടി ഹിയർ. ടി ഇവിടെ വരുന്നു. എച്ച് കഴിഞ്ഞാൽ ഐ ആണ്, ഐ ഇവിടെ വരുന്നു. ദെൻ ഒ കഴിഞ്ഞാൽ പി ആണ്, പി ഇവിടെ എഴുതുന്നു. അത് കഴിഞ്ഞ് യു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വി, വി ഇവിടെ എഴുതി. സോ എൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇനി സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നത്, സെക്കൻഡ് അതായത് LDER അതിനെ റിലേറ്റ് ചെയ്ത് വരുന്നത് ഫസ്റ്റ് പാർട്ടിലാണ്. അതെങ്ങനെ വരണം? ക്രോസ് ആയിട്ട് വരണം. അതായത് ആറിന് മുമ്പ് വരുന്ന ലെറ്ററാണ് ആദ്യം വരേണ്ടത്. -1 ആണല്ലോ. സോ ഫസ്റ്റ് ലെറ്റർ ഈസ് ആർ. ആറിന് മുമ്പ് വരുന്ന ലെറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ക്യൂ. ക്യൂ ഫസ്റ്റ് വരുന്നു. ദെൻ ഇക്ക് മുമ്പ് വരുന്ന ഒരു ലെറ്റർ ദാറ്റ് ഈസ് ഡി. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെറ്റർ ഡി ആണ്. ഡിക്ക് മുമ്പ് വരുന്ന ലെറ്റർ സി ആണ്. നാലാമത്തെ ലെറ്റർ ഈസ് എൽ. എല്ലിന് മുമ്പ് വരുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ കെ ആണ്. ഓക്കെ,
സോ വി ഗോട്ട് ദി ആൻസർ QDCK TIPV. സോ ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഏറ്റവും മാക്സിമം ഡിഫിക്കൽറ്റിയിൽ നമ്മൾ ചോദിക്കാവുന്നത് ഓർത്തേക്കുക. അതായത് ഇവ ഒരു ലെവലെത്തിയപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യത്തെ ക്രോസ് ചെക്ക് നടത്തി, രണ്ടാമത്തെ ചെക്ക് നടത്തി, ഫസ്റ്റ് ലെറ്റർ ടു ഫസ്റ്റ് ലെറ്റർ കമ്പാരിസൺ നടത്തി, ഫസ്റ്റ് ലെറ്റർ ടു എൻ ലെറ്റർ കമ്പാരിസൺ നടത്തി. ഇവിടെ ഒന്നും നമുക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വേർഡിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യത്തെ പാർട്ടിനെ ഏത് പാർട്ടുമായിട്ടാണ് മാച്ച് ആവുന്നതെന്ന് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. ഇപ്പോൾ എലിഫൻറ്റുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തപ്പോൾ എന്തായിരുന്നു, ആദ്യത്തെ പാർട്ടിനെ ആദ്യത്തെ പാർട്ടുമായിട്ട് തന്നെ മാച്ച് ചെയ്യാൻ പറ്റി. പക്ഷേ ഇവിടെയോ ആദ്യത്തെ പാർട്ടിനെ പ്ലിയ എന്ന് പറയുന്ന പ്ലീഡിങ്ങിൻ്റെ ആദ്യത്തെ പാർട്ട് അത് മാച്ച് ആവുന്നത് സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. റൈറ്റ്? ഇതിൻ്റെ എല്ലാം യഥാർത്ഥ വേർഡിൽ പ്ലീഡിങ്ങിൻ്റെ ആദ്യത്തെ പാർട്ടെന്ന് പറയുന്നത് മാച്ച് ആവുന്നത് QMFB ആയിട്ടാണ്. ദെൻ DING എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ട് മാച്ച് ആവുന്നത് ഫസ്റ്റ് പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസ് സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ ഈ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കണം, ആൻസർ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അവിടെ നിന്ന് അടുത്തൊരു മോഡലിലേക്ക് പോകാം. കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു 6 to 7 മോഡൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലെല്ലാ മോഡൽസും തന്നെ നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളത് അതേപടി തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ MCQs അഡീഷണലി ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതുവഴി കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. സോ ഇൻ എ സർട്ടൻ കോഡ് ബാറ്റ് ഈസ് 23, ക്യാറ്റ് ഈസ് 24. ദെൻ ഹൗ വിൽ യു കോഡ് ബോൾ? ബാറ്റ് എന്ന് പറയുന്നത് 23 ആണ്, ക്യാറ്റ് എന്ന് പറയുന്നത് 24 ആണ്. അങ്ങനെയാണെങ്കിൽ ബോൾ എന്താണ്? ഇപ്പോൾ നേരത്തെ ഇത്തരം നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഒന്നെങ്കിൽ എന്താകാം, ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ കൗണ്ടുമായി ബന്ധപ്പെട്ടാകും. ലെറ്റേഴ്സിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഉള്ളൂ, രണ്ടാമത്തേലും 3 ആണ്, പക്ഷേ 3യുമായിട്ട് അവിടെ ഒരു ബന്ധവുമില്ല. പിന്നുള്ള ഓപ്ഷൻ എന്താണ്? പൊസിഷണൽ വാല്യൂസ് ആണ്. എന്താണ് പൊസിഷണൽ വാല്യൂ? തന്നിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ പൊസിഷണൽ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ A ആണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 ആൻഡ് 26. ഇതാണ് നമ്മുടെ പൊസിഷണൽ വാല്യൂസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് ഇപ്പോൾ ബാറ്റ് ആണെങ്കിൽ B എന്ന് പറയുമ്പോൾ ഏതാ ലെറ്റർ വരുന്നത്? 2 ആണ്. പ്ലസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 പ്ലസ് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ എത്രയാണ്? വെർ ഇസ് T എന്ന് പറയുന്നത് 20th ലെറ്ററാണ്. സോ ഇത് 3 ലെറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? ആഡ് ചെയ്ത് നോക്കി. 20 + 1 21 + 2 23. സോ തന്നിരിക്കുന്നതല്ലേ ബാറ്റ് എന്ന് പറയുന്നത് 23 നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ പാർട്ട് ക്യാറ്റ് എന്ന് പറയുന്നത്, ക്യാറ്റ് ആകുമ്പോൾ എന്ത് മാറ്റം വരും? 2 വരെ ഇവിടെ 3 വരും. റൈറ്റ്? 3 + 1 + 20. സോ വിൽ ഗെറ്റ് 24. കിട്ടിയല്ലോ. സോ പൊസിഷണൽ വാല്യൂസ് മാത്രം എടുത്താൽ മതി, വേറെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന ബോളിൻ്റെ കോഡാണ്. ബോളിന് വേണ്ടി ബിയുടെ വാല്യൂ എത്രയാണ്? ബിയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് എയുടെ വാല്യൂ 1 ആണ്. എല്ലിൻ്റെ വാല്യൂ വേർ ഇസ് എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. സോ ബോളിന് 2 എല്ലുണ്ട്. സോ 12 + 12. സോ വിൽ ഗെറ്റ് 24 + 1 25 + 2 ദാറ്റ് ഈസ് 27. ഓക്കെ, ഓപ്ഷനിലുണ്ടോ നോക്കി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോ ഇത് പൊസിഷണൽ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതേ പൊസിഷണൽ വാല്യൂസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യണം. അത് ഈ ക്വസ്റ്റ്യൻ ആണ്. സി, ഇഫ് റെഡ് ഈസ് കോഡഡ് ആസ് 6720, റെഡിനെ 6720 എന്ന് കോഡ് ചെയ്താൽ ഹൗ വുഡ് ഗ്രീൻ ബി കോഡഡ്? റെഡ് 6720 ആണെങ്കിൽ ഗ്രീനിൻ്റെ കോഡ് എത്രയാണ്? പൊസിഷണൽ വാല്യൂസ് എടുത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ റെഡാണ് RED, റൈറ്റ്? 6720 എന്നുള്ള നമ്പർ വന്നിരിക്കുന്നത് വലിയ നമ്പറാണ്. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ആറിൻ്റെ പൊസിഷണൽ വാല്യൂ എത്രയാണ്? ആറിൻ്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 18 ആണ്. ദെൻ ഇയുടെ പൊസിഷണൽ വാല്യൂ ദാറ്റ് ഈസ് 5. ഡിയുടെ പൊസിഷണൽ വാല്യൂ ദാറ്റ് ഈസ് 4. 18 5 4. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് 6720 ആണ്. കൺഫ്യൂഷൻ ആയല്ലോ. എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. എന്തെങ്കിലും പോസിബിലിറ്റി നമുക്കിവിടെ ഉണ്ടാകും. ഒളിഞ്ഞു കിടക്കുന്ന ഒരു പോസിബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശ്രമമാണ് ഇനി നമ്മൾ നടത്തേണ്ടത്. അതായത്
ഇവിടെ തന്നിരിക്കുന്നതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആറിൻ്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 18 ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു 20 കാണാം, റൈറ്റ്? ദർ ഇസ് എ 20. ഇവിടെ 5 വരുന്നുണ്ട്, 6 and 7 is there. 4 വരുന്നുണ്ട്, 6 and 7 is there. ഓക്കെ, അപ്പോൾ എന്തോ ഒരു റിലേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ 18 കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത് എൻഡിലാണെന്ന് മനസ്സിലാക്കാം, റൈറ്റ്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് റിവേഴ്സിൽ എഴുതി നോക്കുക. യുൽ ഗെറ്റ് ഡ്രെഡിന് പകരം DER എന്ന് എഴുതുവാണെങ്കിൽ ദാറ്റ് വിൽ ബി 4. ഡിയുടെ വാല്യൂ 4 ആണ്, ഇയുടെ വാല്യൂ 5 ആണ്, ദെൻ ആറിൻ്റെ വാല്യൂ 18 ആണ്. നമ്മളുടെ കോഡ് എന്തായിരുന്നു? 6720. ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ നമുക്ക് 6720 ആക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കി. ഡിയുടെ വാല്യൂ ആയിട്ടുള്ള 4ൻ്റെ ഒപ്പം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 6, റൈറ്റ്? ഇയുടെ വാല്യൂ ആയിട്ടുള്ള 5ൻ്റെ ഒപ്പം എഗെയിൻ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 7. ആറിൻ്റെ വാല്യൂ ആയിട്ടുള്ള 18ൻ്റെ ഒപ്പം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 20. ഓക്കെ, സോ കോഡ് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ലെറ്റേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ട് വരുന്ന വാല്യൂവിൻ്റെ ഒപ്പം 2 ആഡ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് മീ ഷോ യു. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഏതിൻ്റെ കോഡാണ്? തന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഗ്രീനിൻ്റെ കോഡാണ്. സോ ഗ്രീനിനെ ആദ്യം എന്ത് ചെയ്യണം? റിവേഴ്സ് ഓർഡറിൽ എഴുതണം. NEERG. ഗ്രീനിനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതി. അതിനുശേഷം അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് എടുക്കുക. എന്നിൻ്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ, ഇയുടെ പൊസിഷണൽ വാല്യൂ ദാറ്റ് ഈസ് 5, എഗെയിൻ 5. ആറിൻ്റെ പൊസിഷണൽ വാല്യൂ വെർ ഇസ് ആർ 18 ആണ്. ജിയുടെ പൊസിഷണൽ വാല്യൂ ദാറ്റ് ഈസ് 7. ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ പൊസിഷണൽ വാല്യൂസിൻ്റെ ഒപ്പം 2 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 നമ്മൾ ആഡ് ചെയ്യുന്നു. +2, ഇവിടെയും +2, ഇവിടെയും +2, ദെൻ +2 ആൻഡ് ഫൈനലി ഇവിടെയും +2. എല്ലാത്തിൻ്റെ ഒപ്പം 2 ആഡ് ചെയ്തു. 2 ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 14 + 2 ദാറ്റ് ഈസ് 16. 5 + 2 7. 5 + 2 7. 18 + 2 ദാറ്റ് ഈസ് 20. 7 + 2 ദാറ്റ് ഈസ് 9. ഓപ്ഷനിലുണ്ടോ നോക്കുക. 16,77,209. 16,77,209. ഇറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ കോഡ് വന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ പൊസിഷണൽ വാല്യൂസ് ഒന്ന് എഴുതി നോക്കുക. ഏതെങ്കിലും രീതിയിൽ ഈ വാല്യൂസിനെയും നമുക്ക് തന്നിരിക്കുന്ന കോഡിനെയും തമ്മിൽ കണക്ട് ചെയ്യാമോ എന്ന് ശ്രമിക്കുക. ബിക്കോസ് ഇവിടെ തന്നിരിക്കുന്ന പൊസിഷണൽ വാല്യൂസ് നമുക്ക് ആദ്യം കിട്ടിയത് 18, 5 and 4 എന്നാണ്. ആ 18, 5 and 4 എന്ന് പറയുന്നതിനെ 6720 മാച്ച് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ചിന്തിക്കണം. നമ്മൾ കുറച്ചുകൂടി അങ്ങ് ചിന്തിച്ചപ്പോൾ എന്ത് കിട്ടി? ഈ 18ഉം 20യുമായിട്ട് 2 വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനൊന്ന് റിവേഴ്സ് ഓർഡറിൽ എഴുതി. റിവേഴ്സ് ഓർഡറിൽ എഴുതിയപ്പോൾ കുറച്ചുകൂടി കണക്ഷൻ കിട്ടി. ദാറ്റ് വിൽ ബി 4, 5 and 18 എന്ന് കിട്ടി. 4, 5 and 18 6720. 4ൻ്റെ ഒപ്പം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ആയി. 5ൻ്റെ ഒപ്പം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 ആയി. 18ൻ്റെ ഒപ്പം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 ആയി. അപ്പോൾ ആ മോഡലിൽ റിവേഴ്സിൽ എഴുതിയിട്ടാണ് കോഡ് ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ആ രീതിയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. UGC നെറ്റ് 35 ആണെങ്കിൽ CSIR നെറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസിനെല്ലാം എന്ത് ചെയ്യണം? പൊസിഷണൽ വാല്യൂസ് എടുക്കുക. യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. UGC നെറ്റാണ്. സോ ഈ ലെറ്റേഴ്സിൻ്റെ പൊസിഷണൽ വാല്യൂ എടുക്കുകയാണെങ്കിൽ UGC നെറ്റ്. ഓക്കെ, യുവിൻ്റെ പൊസിഷണൽ വാല്യൂ ദാറ്റ് ഈസ് 21. ജിയുടെ പൊസിഷണൽ വാല്യൂ 7. ഓക്കെ, സിയുടെ പൊസിഷണൽ വാല്യൂ 3. എന്നിൻ്റെ പൊസിഷണൽ വാല്യൂ 14. ഇയുടെ പൊസിഷണൽ വാല്യൂ 5. ടിയുടെ പൊസിഷണൽ വാല്യൂ ദാറ്റ് ഈസ് 20. ഒരുപാട് കൂടി പോകുന്നുണ്ടല്ലേ? ഈ പറഞ്ഞ ലെവലൊന്നും നിൽക്കുന്നൊന്നുമല്ല. പക്ഷേ എല്ലായ്പ്പോഴും ഒരിടത്തും നമുക്ക് കൺഫ്യൂഷൻ വന്ന് നിന്ന് പോരുത്. കണ്ടിന്യൂ ചെയ്യുക. യു ഗെറ്റ് എ കണക്ഷൻ. കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇതിനെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 21 + 7 ദാറ്റ് ഈസ് 28. 28 + 3 31. 31 + 14 45. 45 + 5 ദാറ്റ് ഈസ് 50. 50 + 20 ദാറ്റ് ഈസ് 70. 70 വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്നത് എത്രയാണ്? 35 ആണ്. 70നെ 35 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് 35. അപ്പോൾ കണക്ഷൻ കിട്ടിയല്ലോ, റൈറ്റ്? അവിടെ നമുക്കൊരു കണക്ഷൻ കിട്ടി. ആ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലെറ്റേഴ്സിനെ കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മളിട്ടു.
അതിനെ ടോട്ടൽ ചെയ്തിട്ട് അത് ടോട്ടൽ എത്രയാണോ ടോട്ടലിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ വി ഗോട്ട് ദി റൈറ്റ് ആൻസർ. അപ്പോൾ അതേ മോഡലിൽ തന്നെ CSIR നെറ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. റൈറ്റ്, ആൻസറിലേക്ക് പോകുന്നുണ്ട് നോക്കാം. CSIR നെറ്റ്. ഓക്കെ, പൊസിഷണൽ വാല്യൂസ് എടുക്കാം. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 19 ആണ്, പ്ലസ് ഐയുടെ വാല്യൂ ദാറ്റ് ഈസ് 9, പ്ലസ് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 18 ആണ്, പ്ലസ് എന്നിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 14, പ്ലസ് ഇയുടെ വാല്യൂ ദാറ്റ് ഈസ് 5, പ്ലസ് ടിയുടെ വാല്യൂ എവിടെയാണ്? ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, ഇതിന് നമുക്കൊന്ന് ആഡ് ചെയ്യാം. 3 + 19 ദാറ്റ് ഈസ് 22, 22 + 9 31, 31 + 18 49, 49 + 14 59, 63, 63 + 5 ദാറ്റ് ഈസ് 68, 68 + 20 88. 88 എന്ന് കിട്ടി. ഈ 88നെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് 44. ഇതാണ് നമ്മളുടെ ആൻസർ. ഓപ്ഷനിലുണ്ടല്ലോ, ഓപ്ഷൻ 3 44 ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യണം. ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ. ഇനി നമ്മൾ ചെയ്ത അതേ മോഡലിൻ്റെ റിപ്പീറ്റേഷൻസ് ആണ്. എനിവേ ഐ വിൽ ഷോ യു 1 more ക്വസ്റ്റ്യൻ. അതിനുശേഷം നിങ്ങൾ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. നോട്ട് ഈസ് കോഡഡ് ആസ് OQWI ആൻഡ് BOA ഈസ് കോഡഡ് ആസ് CQD. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോഡഡ് ആസ് NCWGM. നമ്മൾ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ആ 2 കാര്യങ്ങൾ ആദ്യം എഴുതാം. നോട്ട് NOTE, ഇതിനെ കോഡ് ചെയ്തിരിക്കുന്നത് OQWI എന്നാണ്. റൈറ്റ്, സോ ഫസ്റ്റ് ലെറ്റർ ടു ഫസ്റ്റ് ലെറ്റർ കമ്പാരിസൺ നടത്താം. N became O. N O ആകുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് +1. ഓക്കെ, OQ ആകുന്നു. OQ ആകണമെങ്കിൽ 1 2 ദാറ്റ് ഈസ് +2. TW ആകുന്നു. TW ആകണമെങ്കിൽ 1 2 3 +3. ഓക്കെ, I ആകുന്നു. I ആകണമെങ്കിൽ 1 2 3 4 +4. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ +1, സെക്കൻഡ് ലെറ്റർ +2, തേർഡ് ലെറ്റർ +3, ഫോർത്ത് ലെറ്റർ +4. അപ്പോൾ ആ മോഡലാണ്. വേണമെങ്കിൽ രണ്ടാമത്തെ ലെറ്ററിലും ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ തന്നില്ലേ, BOA ഈസ് CQD, അവിടെയും ക്രോസ് ചെക്ക് ചെയ്യാം. സെയിം മോഡൽ തന്നെ കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോഡഡ് ആസ് NCWGM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന കോഡാണ്. വേഡിൽ നിന്നും കോഡിലേക്ക് പോയതാണ് നമ്മളിങ്ങനെ. അപ്പോൾ കോഡിൽ നിന്നും തിരിച്ച് വേഡിലേക്ക് പോകണം. തന്നിരിക്കുന്ന കോഡാണെങ്കിൽ, അതായത് NCWGM ഇത് കോഡാണ്. ഇതിൽ നിന്ന് വേഡിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? നമ്മളിവിടെ +1 ചെയ്തിട്ടാണ് കോഡിലേക്ക് പോയത്. അപ്പോൾ വേഡിലേക്ക് പോകണമെങ്കിൽ -1 ചെയ്യുക. നേരെ തിരിച്ച് -2 -3 -4 -5. പോയിന്റ് മനസ്സിലായോ? തന്നിരിക്കുന്നത് എന്താണ്? കോഡാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വേഡ് ഏതാണെന്നാണ്. നേരെ തിരിച്ചാണ്. സോ വേഡ് വന്നിട്ട് കോഡിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് തന്നതുപോലെ +1 +2 +3 +4 എന്നുള്ള രീതിയിൽ ചെയ്തു. നേരെ തിരിച്ചു പോകാനോ? +1 ചെയ്ത് വന്നതിനെ തിരിച്ചു പോകണമെങ്കിൽ -1 ചെയ്യണം. റൈറ്റ്, തന്നിരിക്കുന്നത് കോഡായതുകൊണ്ട് ഇത് കോഡാണ്. ഈ കോഡിൽ നിന്നും നമ്മൾ എങ്ങോട്ടേക്ക് പോകണം? വേഡിലേക്ക് പോകണം. സോ തിരിച്ചു പോവുക. സോ n - n-1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് M. C-1 അല്ല, C-2 1 2 ദാറ്റ് ഈസ് A. തിരിച്ചു പോവുകയാണ്. ആൻഡ് W-3 W ൽ നിന്ന് -3 ചെയ്താൽ 1 2 3 ദാറ്റ് ഈസ് T. G-4 ജിയിൽ നിന്നും -4 ചെയ്താൽ 1 2 3 4 ദാറ്റ് ഈസ് C. M-5 എമ്മിൽ നിന്നും -5 ചെയ്യണം. 1 2 3 4 5 ദാറ്റ് ഈസ് H. സോ വി ഗോട്ട് ദി വേഡ്. ഇവിടെ കോഡല്ല, കോഡ് തന്നിരുന്നു. കോഡിൽ നിന്ന് വേഡ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. വേഡ് എന്ന് പറയുന്നത് ഏതാ? മാച്ച് എന്നുള്ളതാണ് വേഡ്. കിട്ടിയല്ലോ? റൈറ്റ്, ഇതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, ഓർക്കുക. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് കാണാം. ബിക്കോസ് കോഡ് ഏത് ലെവൽ വരെ വേണമെങ്കിലും പോവാം. അതിനൊരു എക്സാമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ഇൻ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഓഫീസ് ഈസ് റിട്ടൺ ആസ് NGGHDD.
ഹൗ ഈസ് ഡിനോട്ട് റിട്ടൺ ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്? ഓഫീസിനെ കോഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഡിനോട്ടിനെ എങ്ങനെ കോഡ് ചെയ്യുന്നതാണ് വെച്ചിരിക്കുന്നത്. സോ ഓഫീസിനെ കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം എങ്ങനെയല്ല റിലേഷൻ കണ്ടുപിടിക്കുന്നത്. സോ ഫസ്റ്റ് ചെക്കും സെക്കൻഡ് ചെക്കും ഒക്കെ നടത്തുക. ഞാൻ റൈറ്റ് അവേ ഇവിടെ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഓഫീസ് കോഡ് ചെയ്തിരിക്കുന്നത് NGGHDD എന്നാണ്, റൈറ്റ്? അപ്പോൾ O ബിക്കെയിം N. O എന്ന് പറയുന്നത് N ആയി. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓയിൽ നിന്ന് പുറകോട്ട് പോയേക്കുവാണ്, -1. FG ആകുന്നു. FG ആയി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് +1. FG ആയി അഗെയിൻ +1. I ബിക്കെയിം H. IH ആയി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -1. C ബിക്കെയിം D. CD ആകുന്നു, ദാറ്റ് ഈസ് +1. E ബിക്കെയിം D. ED ആകുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -1. അപ്പോൾ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്ന പാറ്റേൺ? ആദ്യത്തെ ലെറ്റർ -1, രണ്ടാമത്തെ ലെറ്റർ +1, മൂന്നാമത്തെ ലെറ്ററും +1, നാലാമത്തെ ലെറ്റർ -1, അതിനുശേഷം ഒരു +1, വീണ്ടും ഒരു -1. ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ അവിടെ ഉണ്ടോ? മുമ്പൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ലെറ്റർ വാസ് +1, നെക്സ്റ്റ് വാസ് -1, +1 -1, +1 -1, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതൊരു പാറ്റേൺ ആകാം, പക്ഷേ വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഇതേ പാറ്റേൺ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് ഇവിടെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്നതിൽ ഒരു ഓപ്ഷൻ റൈറ്റ് ആയിട്ട് കിട്ടും. പക്ഷേ അതല്ല റൈറ്റ് ആൻസർ. ഇവിടെ മറ്റേതെങ്കിലും ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തേ. തന്നിരിക്കുന്ന ലെറ്റേഴ്സുകൾ നോക്കുക. +1 -1 ചെയ്തിരിക്കുകയാണ്. വേറെ എന്ത് പോസിബിലിറ്റിയാണുള്ളത്? ആ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളിവിടെ ശ്രദ്ധിച്ച ചില ലെറ്റേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. -1 ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? -1 ചെയ്തിരിക്കുന്ന ഏതിലാണ്? O, I, E. Any speciality for these letters? These are vowels, right? വവ്വൽസ് വന്നിരിക്കുമ്പോഴാണ് -1 ചെയ്തിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, കോഡിങ് ഏത് എക്സ്ട്രീം വരെ വേണമെങ്കിലും പോകാം. വവ്വൽസ് വരുവാണെങ്കിൽ -1, നോർമൽ ലെറ്റേഴ്സ് ആണെങ്കിൽ +1, റൈറ്റ്? ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ ഡിനോട്ടിനെ കോഡ് ചെയ്താൽ എന്താവും? DENOTE. ഡി എന്ന് പറയുന്നത് നോർമൽ ലെറ്ററാണ്. സോ ഡിക്ക് ശേഷം വരുന്ന E എഴുതുക. E ഈസ് എ വവൽ, സോ -1. E -1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് D. N +1 ദാറ്റ് ഈസ് O. O -1 ദാറ്റ് ഈസ് N. T +1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് U. E -1 ദാറ്റ് ഈസ് D. കണ്ടോ? ഓപ്ഷൻ EDONUD. നിങ്ങൾ തന്നിരുന്ന അതേ രീതിയിലുള്ള, അതായത് നേരത്തെ നമ്മൾ ആദ്യം ചെയ്ത അതേ മോഡൽ, ഈ ഒരു കോഡിൻ്റെ മോഡലുണ്ടല്ലോ, -1 +1 +1 -1, അത് തന്നെ റിപ്ലിക്കേറ്റ് ചെയ്തായിരുന്നു ഈ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയേനെ. ഓക്കെ, ദാറ്റ് ഈസ് റോങ്. ഇവിടെ മറ്റൊരു ക്ലൂ ഉണ്ട്. ആ ക്ലൂ എന്ന് പറയുന്നത് എന്താ? ആൽഫബറ്റ്സ് ഏത് ലെറ്റേഴ്സിലാണ് -1 വന്നിരിക്കുന്നതെന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. -1 വന്നിരിക്കുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് വവ്വൽസിൻ്റെ ഒപ്പമാണ് -1 വന്നിരിക്കുന്നത്. സോ വവ്വൽസിൽ -1 കൊടുക്കുക. ബാക്കിയുള്ളതിലെല്ലാം നോർമലി +1 ചെയ്യുക. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ട്രിക്കായിട്ട് ഒളിഞ്ഞു കിടന്നത്. ഓക്കെ, ഈ ഒരു മോഡൽ മനസ്സിലാക്കുക. മാക്സിമം ഈ ലെവൽ വരെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്ന മോഡലുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായാൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 2-3 ലാസ്റ്റ് ക്വസ്റ്റ്യനായി, എന്നാലും എനിക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കണം, ആ ഒരു ആഗ്രഹം കൊണ്ടാണ്. A is coded as C. പല ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ വരാറുണ്ട്. നമുക്ക് ഓരോ ലെറ്ററിനെയും മറ്റൊന്നായിട്ട് കരുതാൻ പറയും, അതിനുശേഷം ആൻസറിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ആദ്യം നമുക്ക് മനസ്സിലാവുന്ന വേയിൽ എഴുതുക. സോ A is coded as C എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ A is C, റൈറ്റ്? സിമ്പിളായിട്ട് മനസ്സിലാക്കാമല്ലോ. അതേപോലെ M as I, N as P, S as O, I as A, then P, N, E, M, O, E, A, C, S. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ എഴുതിയാൽ തന്നെ നമ്മുടെ പകുതി ബേർഡൻ കഴിഞ്ഞു. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ കമ്പനീസിനെ എങ്ങനെ കോഡ് ചെയ്യും? കമ്പനീസിൽ ആദ്യത്തെ ലെറ്റർ എന്താ? C ആണ്. സിക്ക് പകരം വരേണ്ടത് എന്താ?
എസ് വരണം. സോ ഫസ്റ്റ് ലെറ്റർ ഈസ് എസ്. ഓക്കെ, ഒയ്ക്ക് പകരം ഒ എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന നോക്കുക, ഒയ്ക്ക് പകരം ഇ ആണ്. സോ ഇ എഴുതുക. ഈ 2 ലെറ്റർ എഴുതിയപ്പോൾ തന്നെ നമുക്ക് കോഡ് കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. ആ 2 ലെറ്റേഴ്സ് വരുന്ന അതിൽ മാത്രമേ ഉള്ളൂ. ബാക്കി കൂടെ നമുക്ക് ചെയ്യാം. എമ്മിന് പകരം ഐ എഴുതുക. ദെൻ പിക്ക് പകരം ഏതെഴുതണം? പിക്ക് പകരം എൻ എഴുതണം. അതിനുശേഷം എക്ക് പകരം സി എഴുതണം. എന്നിന് പകരം ദാറ്റ് വിൽ ബി പി. ഐക്ക് പകരം വരേണ്ടത് ഏതാ? എ ആണ് വരേണ്ടത്. ആൻഡ് ഇക്ക് പകരം വരേണ്ടത് എം ആണ്. ആൻഡ് എസ്സിന് പകരം വരേണ്ടത് ഒ ആണ്. ഇതാണ് നമ്മളുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. സോ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കോഡ് റിലേറ്റഡ് ആയുള്ള പ്രോബ്ലംസ് ആണ്. മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ മേൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ മേൽ ഒരു ഫർദർ ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഈ വീക്കെൻഡിൽ വരുന്ന ലൈവ് ലെക്ചറിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. ലൈവ് ലെക്ചറിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞാൽ മതി. സോ ഇതുമായി ബന്ധപ്പെട്ട ഈ ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പിൾ ടെസ്റ്റ് ഇന്ന് ഈവനിങ് തന്നെ ഉണ്ടാവും. സോ അതും എല്ലാവരും അറ്റൻഡ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരി വൺ. ബൈ.